കുഞ്ഞത്ത് വിളിക്കുക എന്നത് നല്ലതാണ്. അതുപോലെ കുഞ്ഞത്ത് വിളിക്കണമെങ്കിൽ ഒരു കുട്ടി ഒരാൾക്ക് ഉണ്ടാകണമെന്നില്ല. അതുപോലെ ചെറിയ കുട്ടികളെ കുഞ്ഞത്ത് വിളിക്കാം. മനസ്സിലായി? ചെറിയ കുട്ടികളെ എന്ത് ചെയ്യാം? കുഞ്ഞത്ത് വിളിക്കാം എന്നല്ല, അത് നല്ലതാണ് എന്ന്. കുട്ടികളെ ഒരു കുഞ്ഞത്ത് വിളിക്കുക എന്നത് നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതിന് ചില ഉപകാരങ്ങളുണ്ട്. എന്താണത്? ഒന്ന്, ആ കുട്ടി ദീർഘകാലം ജീവിക്കുകയും എന്നിട്ട് അതിന് മക്കൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന ശുഭപ്രതീക്ഷ ആ വാക്കിലുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ ആ വാക്കിലുണ്ട്. അതിനെന്ത് പറയും? തഫാഉൽ എന്ന് പറയും. ശുഭപ്രതീക്ഷ. അത് നല്ല ലക്ഷണമാണ്. അത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടതാണ്. ഇസ്ലാമിൽ ഇല്ലാത്തത് എന്താണ്? ശകുനം നോക്കലാണ്, ദുശകുനം. അത് പാടില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താണ് ഫഅൽ എന്നാൽ? നല്ല വാക്ക് കേൾക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല പദങ്ങൾ ചില സന്ദർഭത്തിൽ കേൾക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. പറഞ്ഞു വന്ന് നോക്കൂ, കുട്ടി ദീർഘകാലം ജീവിക്കുമെന്ന ശുഭപ്രതീക്ഷ അതിനുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഇരട്ടപ്പേര്, മോശമായ ഇരട്ടപ്പേര് വരാതിരിക്കാൻ അത് നല്ലതാണ്. മനസ്സിലായില്ലേ? വേറെ മോശമായ പേര് വരാതിരിക്കാൻ അത് നല്ലതാണ്. മൂന്നാമത്തത്, ഈ കുട്ടിക്ക് ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകാൻ അത് നല്ലതാണ്. മനസ്സിലായില്ലേ? വലിയ പേരൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് അധികം കുട്ടികളെയൊന്നും പാടില്ല. ഉത്തരവാദിത്വം വേണം. അങ്ങനെ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകാൻ അത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിയുടെ കുനിയത്ത് അബുൽ ഖാസിം എന്നായിരുന്നു. മൂത്ത ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ ആൺകുട്ടിയെ പേരിലേക്ക് ചേർത്തി കുഞ്ഞത്ത് വിളിക്കലാണ് കൂടുതൽ നല്ലത്. കൂടുതൽ വേറെ കുഞ്ഞത്ത് വിളിക്കപ്പെട്ടാൽ തെറ്റൊന്നുമില്ല, പക്ഷെ അതാണ് കൂടുതൽ ശരിയായ മര്യാദ.